നല്ലൊരു ഓപ്ഷൻ. ഒരു വണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ. 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി പേടി മേടിച്ചല്ല. അപ്പൊ ഈ ഒരു കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് പറഞ്ഞു. നമ്മൾ ചോദിക്കണം ഇപ്പൊ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി അല്ലെ. ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. അത് സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഓമ്നി. അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിയിട്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പേടിക്കാനല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോന്നുള്ളത്. നമുക്കിപ്പോ എത്ര രൂപ കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മാരുതി സർവീസ് ഉള്ള വണ്ടിയാണ്. മാരുതി സർവീസ് എല്ലാ 10,000 സർവീസ് മാരുതിന് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന ഈ വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് കൊടുക്കാം. 1,00,000 ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും? നമുക്ക് മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ് അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല്ലേ? വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് റോഡിലെ കപ്പല്. റോഡിലെ ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്ത് വരണം. 2 എഞ്ചിൻ വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. സുഖമായിട്ടൊരു 4 ബാക്കിൽ ഇരിക്കാം. നോക്കിയാ നല്ല സ്പേസ് വണ്ടിയിലുണ്ട് അല്ലേ? അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ വെറും 78 രൂപയുള്ളൂ. 78 രൂപ കൊടുക്കാം. 78 രൂപ വണ്ടി കൊടുക്കാം. നമുക്ക് വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. തട്ടില്ല, മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പാണായി കാട്ടൻ ഗാരേജിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം 10-32 വണ്ടികളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ള സുഹൃത്തുക്കളെ. ഇന്നത്തെ ഡേറ്റ് ആഗസ്റ്റ് 16 ശനിയാഴ്ചയാണ് മക്കളെ. അപ്പൊ ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സാധിക്കാനായിട്ട് ചോദിച്ചേക്കാം. സുഹൃത്തുക്കളെ, ഏകദേശം 10-22 വണ്ടികളും ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താണ്ട്. ആദ്യം നമുക്ക് സാധിക്കാം. ആദ്യം നമുക്ക് ബെനച്ച് തുടങ്ങല്ലേ? ആൾട്ടോ തുടങ്ങാം. എന്നാ ഈ പുലിക്കുടി 13 മോഡൽ ആൾട്ടോണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കട്ടുമുട്ട് അപാധകളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, അതേപോലെ ഫോർമാറ്റ് സെറ്റ്, ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ല, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 മോഡല്. ഉള്ള കാണിച്ചെടുക്ക. നമുക്ക് 10 രൂപ കൊടുക്കാം. ഇത് നമ്മൾ ചോദിക്കണേ 1,80,000 രൂപയാണ്. 1,80,000 രൂപ. നമുക്ക് പിന്നെ വീഡിയോ കണ്ടു വിളിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഓഫർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വന്നിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയ നല്ല കിടില അടിപൊളി വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്ത 5 കൊല്ലം പേപ്പറും ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസും ഉണ്ട്. 1,14,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടിയിലെ നല്ല കിളിക്കുഞ്ഞ് മിയ വണ്ടി. ഈ കവറും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉൾഭാഗം കാണിച്ചെടുക്കും. അടിപൊളി ഓക്കെ. നല്ല ക്ലീൻ ആയ വൃത്തിയുള്ള വണ്ടിയാ. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്ക് വീഡിയോ ഓഫർ നമ്മൾ ചോദിക്കുന്ന 1 രൂപയാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. 1,00,000 രൂപ നമുക്ക് അത് കുറച്ചെടുക്കാം. നമുക്ക് ഓൺ ഓഫറേക്കാണ് കൊടുക്കാം. ഒമ്നി വാ. അടുത്തത് നമ്മളെ ബിസിനസ്കാരത്തിന് അല്ല, നമ്മളെ എന്താ പറയാ, എന്തെങ്കിലും ജോബ് അതിന് നമ്മളെ സാധനങ്ങളെ കൊണ്ടെടുക്കാൻ അങ്ങനെ എക്സ്പോർട്ടിംഗ്, ട്രാൻസ്ഫറിങ്
അതും സിംഗിൾ ഓണർ 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഒമ്നി. ഇനി അങ്ങനെ 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളില് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പേടിക്കാല്ല. അതന്നെ ഇനിയിപ്പോ ചോദിച്ചു തന്നവരുണ്ടാവല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഏതെങ്കിലും ഒമ്നി ഉണ്ടോ എന്നുള്ളത്. LPG ഗ്യാസ് അങ്ങനെ കയറ്റുന്ന സംവിധാനം ഉണ്ടോ? ഇത് ഗ്യാസ് ഉണ്ട്, ഗ്യാസും പെട്രോളും പാടിയും കൂടിയതാണ് അല്ലേ. അപ്പൊ അത് 5 സീറ്റ് വണ്ടി കേട്ടോ. 5 സീറ്റ് വണ്ടി നമുക്ക് ഉള്ളൊക്കെ കണ്ടോക്കാം. അടില്ലേ നിങ്ങളെ ബിസിനസ് ആവശ്യത്തിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പറ്റിയ നല്ല കീഴിലെ നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തുരുമ്പും കരിമ്പൊന്നുമില്ല, നല്ല വണ്ടി. കരിമ്പില്ല തുരുമ്പില്ല, നോക്കിക്കോളി നോക്കി നല്ല വണ്ടിയാണ്, നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കണ വില ₹1 ചോദിക്കണം, ₹1,00,000. അതിലെന്തെങ്കിലും നമുക്ക് വീഡിയോക്കാർക്ക് കുറച്ച് കൊടുക്കാം. നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിമ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യാല്ലോ. അടുത്ത വന്നിട്ട് നമുക്ക് മൈലേജിന്റെ രാജകുമാരന്റെ എന്താ പറയാ മന്ത്രി അങ്ങനെ പറയാം. അതാണ് 2011 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി ബീറ്റ്. ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിൽ മൈലേജ് പറയുന്നുണ്ട്. അപ്പൊ മൈലേജ് ഒക്കെ എത്രത്തോളം കിട്ടും നമുക്ക്? മൈലേജ് നമുക്ക് 24 പ്രതീക്ഷിക്കാം. പിന്നെ നമ്മ ഓടിക്കുന്ന അനുസരിച്ചാണ്, അതിലേറെ കിട്ടും. 24 എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ചെറിയ റേറ്റ് ചോദിക്കണുള്ളൂ. എത്ര രൂപ കൊടുക്കുക? ഇത് നമ്മൾ ചോദിക്കണ വെറും ₹78 ഉള്ളൂ. 78,000 കൊടുക്കാം. 78 വണ്ടി 78 കൊടുക്കാം നമുക്ക്. വെറും 78 വണ്ടി നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, തട്ടില്ല മുട്ടില്ല, ഒന്നുമില്ലാത്ത വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. ബാക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രണ്ടും കാണിച്ചുതരാം. വെറും 78. ചെറുതൊക്കെ എന്തെങ്കിലും ചെയ്തെടുത്തൂടെ? ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഓൺ ഓഫറിലാണ് കൊടുക്കാം. വീഡിയോ കണ്ടാണ് കൊടുത്തോളെ. അടുത്തത് റോട്ടിലെ കപ്പല്. റോട്ടിലെ ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. 24 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡസ്റ്റർ 85 ആണ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു വരണം. 2 എഞ്ചിൻ വരുന്നുണ്ട്, 1 ടണ്ണും വരുന്നുണ്ട്, 85 വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള വണ്ടി 85 ആണ്, നല്ല മൈലേജ് ഉള്ള വണ്ടി. രണ്ടിലും മാറ്റം എന്താണ്? രണ്ടിലും മാറ്റം പറഞ്ഞാല് മൈലേജിൽ മാറ്റമുണ്ട്, പവറിലും മാറ്റമുണ്ട്. പിന്നെ മാറ്റങ്ങളുണ്ട്, നമുക്ക് അറിയുന്ന മാറ്റങ്ങൾ അതാ ഉള്ളത്. പിന്നെ ഡീസലാണ്. ഇപ്പൊ നിലവില് 4ാമത്തെ ഓണർഷിപ്പിലാണ് നമ്മളെ വണ്ടി ഇറക്കണേ. എത്ര ഓട്ടോ ഓടിക്കണ? ഓട്ടം 1,20,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടമാണ്, ഡീസൽ ഓട്ടാണ്. 4 അലവി ഉണ്ട്, കാണിച്ചു കൊടുത്തു നമുക്ക്. അലവി അടിപൊളി അലവി ഉണ്ട്, 4 അലവി ഉണ്ട്. ആ ടയർ കുറച്ച് കമ്മി ഉണ്ട്, നമുക്ക് കസ്റ്റമറിന് നമ്മളെ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും തിരക്കില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. വണ്ടി ലോക്കാണല്ലേ, ഞാൻ ചായ എടുത്തോണ്ടാ. ആയിക്കോട്ടെ. അപ്പൊ കാണിച്ചു കൊടുക്കാം. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, അതേപോലെ സ്റ്റിയറിംഗ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം അടിപൊളി ഉണ്ട് വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാറ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റ്. ബാക്ക് കാണിച്ചെടുത്താ സുഖമായിട്ടൊരു 4 ആക്കി ബാക്കിൽ ഇരിക്കാം. നോക്കിയാ നല്ല സ്പേസി വണ്ടിയിലുണ്ട് അല്ലേ? അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഡിക്കി ഭാഗം കാണിച്ചു കൊടുക്കാം. നമുക്കൊരു ആനക്കുട്ടിനെ ഇതിൽ കൊള്ളും, അതിനുള്ള സ്ഥലത്തിനുള്ളിലുണ്ട് അല്ലേ? 2013 മോഡൽ ഈ ഡസ്റ്റർ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഡസ്റ്റർ നമുക്കൊരു ₹3,27,000 കൊടുക്കാം. 3,4 ലക്ഷം കൊടുക്കാം. നമുക്ക് 3,4 ലക്ഷം നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കാം. എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം, നമ്മളെ കസ്റ്റമർക്ക് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ ഹോണ്ട ജാസ് 2016 വണ്ടി, ഡീസൽ വണ്ടിയാണ്. അടിപൊളി വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. വെറും 86,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടി, സീറ്റ് കവറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ, അതേപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ഒരു അലൈവ് ഉണ്ട്, 4 ടയർ അലൈവ് ഉണ്ട്. അലൈവ് കാണിച്ചെടുത്താ 4 ടയറിന് അലൈവ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ, ഒരു 50% ടയറും ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം എന്താ പറയാ, ഇതും മൈലേജിന്റെ രാജകുമാരൻ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം മൈലേജ് കിട്ടും. രാജകുമാരൻ വരാൻ കിടക്കണുള്ളൂ. പക്ഷെ ഇതാണ് ഇപ്പൊ ഹോണ്ടയിൽ നിലവിലൊരു രാജകുമാരൻ ഉണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും. എത്ര മൈലേജ് കിട്ടും? ഇത് നമുക്ക് 24 എന്തായാലും പ്രതീക്ഷിക്കുക വണ്ടിക്ക്. അത് പിന്നെ ലോണിന്റെ സംഭവങ്ങളില്ലേ? നമ്മളിപ്പോ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ അധികം ഫുൾ ലോൺ ഉണ്ട്. ഒമ്നി ഒഴിച്ച് ബാക്കിയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പറയാൻ മറന്നുപോലെ പറയണേനു. പിന്നെ
ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണ വില അത്ര 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് ജാസ് കൊടുക്കാം. ഈ വണ്ടി എന്ന് വെച്ചാൽ 5 ലക്ഷം 5.25 ലക്ഷത്തിന്റെ അടുത്ത് ലോണ് നിങ്ങൾക്ക് വണ്ടിക്ക് ഇറങ്ങണം. അതെ, കൈക്ക് ഒരു എന്താ പറയാ 65 രൂപ 70,000 രൂപന്റെ അടുത്ത് കൈക്ക് കിട്ടും. 70,000 രൂപ ഉണ്ടെങ്കിൽ 70,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. കസ്റ്റമർ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ മാർക്കറ്റിൽ വില കുറച്ച് നമ്മൾ ഈ വണ്ടി കൊടുക്കും. നമുക്ക് ഈ വണ്ടിക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാം? ഈ വണ്ടി നമുക്കൊരു 4 റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, നമുക്ക് ലോണിൽ എത്ര രൂപയ്ക്ക് ഇറക്കാം? ലോൺ നമുക്ക് 4 5.25 വരെ നമുക്ക് കിട്ടും. ലോൺ 4 മതിയാവും. 4.5. അപ്പോൾ നമുക്കൊരു 65 റുപ്യന്റെ അടുത്ത് നമുക്ക് കൈ കിട്ടും. കിട്ടും അല്ലേ? കിട്ടും. അപ്പൊ അടുത്തത് സംശയമില്ലാതെ കിട്ടും. 2016 സെലറി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയാണ്. ലേഡീസിന് പൊടിച്ചിറങ്ങൽക്കൊക്കെ കൊണ്ടിറക്കാൻ പറ്റുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഔലോസ് വണ്ടിയാണ്. VX ആയിട്ട വണ്ടി, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം വണ്ടിയാണ്. VX ആട്ടോ, കിളിക്കുട്ടി വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി AMT ആട്ടോ, ഓട്ടോമാറ്റിക് വരുന്നത്. മീറ്റർ കാണിച്ചെടുക്ക്, മീറ്റർ അത്യാവശ്യം തിരക്കില്ലാത്തൊരു വണ്ടിയാണ്. 1,29,000 കിലോമീറ്റർ ഓടിച്ചിട്ട് കറക്റ്റ് മാരുതി സർവീസ് ഉള്ള വണ്ടിയാണ്. മാരുതി സർവീസ് എല്ലാ 10,000-നും സർവീസ് മാരുതിന് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളെ ഈ വണ്ടി. കണ്ണൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന ഈ വണ്ടിയാണ്. കണ്ണൂരിൽ L13. അപ്പൊ ഈ ഒരു കിളിക്കുട്ടിക്ക് നമ്മളിഞ്ഞ് ലേഡീസിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഓഫർ പ്രൈസ് പറഞ്ഞത് നമ്മൾ ചോദിക്കണിപ്പോ 3,40,000 രൂപയാണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം ഈ വണ്ടി. അല്ലെ, ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം. ഈ വണ്ടിക്ക് ഫുൾ ലോൺ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. അപ്പൊ മക്കളെ വീഡിയോ കണ്ടു വിളിച്ചു നോക്കി നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്തും കൊടുക്കാം. നമ്മൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് അതേ വേരിയന്റില് പുതിയൊരു സാധനമാണ് നമ്മൾ ഈ നാനോ. അതിനാറെ ചെറിയ വണ്ടി നോക്കണവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് നാനോ ആണ് അല്ലെ? ഓട്ടോമാറ്റിക് നാനോ 2015. ഓൽക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്താക്കാം, ചെറിയ വിലക്കുള്ള വണ്ടി. ചെറിയ വിലക്കുള്ള വണ്ടി. ഇത് ഏകദേശം എത്ര മോഡല്? ഇത് 2015 പെട്രോൾ ആണ്. വെറും 46,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 46,000 കിലോമീറ്റർ മാത്രം ഓടിച്ചു. ഓണർഷിപ്പ് എത്ര അറിയോ? സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ നിലവിലുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പില് മക്കളെ ഓക്കെ. ഇവർക്ക് തിരക്കില്ലാത്ത വണ്ടിയാണ്. അതിന്റെ ഗിയർ നോബൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ ഉഷാറാക്കി നിങ്ങൾക്ക് തരാം. കൊടുക്കാം. അതിന് നിങ്ങൾ പേടിച്ചണ്ട. മെക്കാനിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടി കൊണ്ടിറക്കാൻ പേടിയാണെങ്കിൽ ഇതാ ചെറിയ വണ്ടികളും ഇവിടെ ലഭ്യമാണ്. ഓട്ടോമാറ്റിക്കിലാണ് ഇത് വരുന്നത്. അപ്പൊ മാനുവലിന്റെ പേടി പേടിച്ചാനുമില്ല. ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു 1,39,000 രൂപ കൊടുക്കാം. 1,39,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 2015 ഓട്ടോമാറ്റിക് വാഹനം. ഇന്നലെ വരെ ഇതിന് 1.5 ലക്ഷം രൂപ നമ്മളെ വീഡിയോക്ക് വേണ്ടിട്ട് ഓഫർ ആയിട്ട് കൊടുക്കാം നമ്മൾ ഈ വണ്ടി. 1,39,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. സംശയം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ്. നമുക്കൊരു 60-65-66% ഇതിലുണ്ട് കേട്ടോ. ടയറുണ്ട്. ഡിക്കൊക്കെ വരാണെങ്കിലും അടിപൊളി ഡിക്ക് തന്നെയാണ്. ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടി കേട്ടോ. ഡിക്ക് ഓപ്പൺ ആണ്. ബാക്ക് ഡിക്ക് ഓപ്പൺ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതവിടെ പിന്നെ ടയറ് പിന്നെ എങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇതാണ് ഒരു ഓവറോൾ ലുക്ക് കാരനായി. അപ്പൊ ഇനി നാനോ ഓട്ടോമാറ്റിക് ചോദിച്ചെടുക്കുന്നവർക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത പെട്ടെന്ന് വിറ്റ് പോകുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് നാനോ. ലേഡീസ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു എന്താ പറയാ, ഒരു സിറ്റി ഡ്രൈവിന് പറ്റിയ വണ്ടിയാണ്. എന്തായാലും നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ കൊണ്ടെടുക്കാനൊക്കെ ഉള്ള നല്ലൊരു സുഖമുള്ള വണ്ടിയാണ് അല്ലേ? അത് അടുത്തത് വരുമ്പോ ഇനി മാനുവൽക്കാണ് വരുന്നത്. അടുത്ത് മാനുവലാണ്. 2007 വണ്ടി ജെന്നസ്റ്റിലാണ്. പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ചെറു വിലക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നടക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്. ഇപ്പൊ ഈ മഴക്കാലത്ത് ഒരു ചെറുവണ്ടി തെരഞ്ഞെടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. ചെറുവണ്ടി എന്ന മോഹമായി നടക്കുന്നവർക്ക് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരുന്ന ഒരു വണ്ടി. നല്ലൊരു വണ്ടി അല്ലെ? 2007 മോഡലാണ്. മോഡൽ ഉണ്ടേനും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഈ വണ്ടി ആയിട്ടുള്ളൂ. കൂടുതലൊന്നും പോയിട്ടില്ല. 69,000 കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുള്ളൂ. പേടി പേടിച്ചാല കൊറേ ഓടിക്കണെന്നുള്ള പേടി പേടിച്ചാല. നല്ല വണ്ടിയാണ്. കറക്റ്റ് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വണ്ടിയാണ്. 2 ഡോർ പവറിന്റെ വരും, AC വരും, പവർ സ്റ്റിയറിംഗ് വരും. എന്ത് വേണം മുത്തു മലയാളെ മതിയല്ലോ. ഡിക്കി സ്പേസ് ഡിക്കി സ്പേസിൽ ഒരാൾക്ക് പോണ വണ്ടിയാണ്. പിന്നെ
നമ്മളെ വണ്ടിക്ക് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല. വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വില കൂടും. നമുക്ക് കസ്റ്റമർ ഓഫർ പ്രൈസിൽ കൊടുക്കാന്ന് കരുതിയിട്ടാണ് വണ്ടി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അങ്ങനല്ല, നമുക്ക് പണി എടുത്തിട്ടും കൊടുക്കാം, പണി എടുക്കാതെയും കൊടുക്കാം. അപ്പൊ നമുക്ക് പണി എടുക്കാതെ നമുക്ക് ഈ വണ്ടി നമുക്ക് 75 രൂപക്ക് അതിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ പണി എടുത്തിട്ടാണെങ്കിൽ പണി എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ ആവശ്യമാണ്, എങ്ങനെയൊക്കെ പണി എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള ബില്ല്. ചെറിയ ബില്ല് വരുള്ളൂ, ഓവർ ബില്ലായിട്ട് ചെയ്യൂല. ഒരു മീഡിയം ബില്ല് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫാൻസി നമ്പർ കേട്ടോ, KL 56 676. 6 കൊലയാണ്. അപ്പൊ മക്കളെ സെന്നസ്റ്റില് ആലോചിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് നല്ല നോക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. വെറും 75 ഉറുപ്പ്യക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വന്നിട്ട് നമുക്ക് ഇതാ 2 വാഗണറാള്. ആദ്യം നമുക്ക് ബനെ പരിചയപ്പെടാം. ഇത് നമുക്ക് വരുന്നത് 2015 സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. VX ആണ് നമുക്ക് വണ്ടി വരുന്നത്. എത്ര ഓട്ടോ അടിക്കണോ? ഇത് ഇപ്പൊ നിലവിലുള്ള 1,26,000 കിലോമീറ്റർ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്, 2015 മോഡലാണ്. VX ആണ് വേരിയന്റ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അതേപോലെ സെൻട്രൽ ലോക്ക് ഒക്കെ അടങ്ങി വരുന്ന വണ്ടിയാണ്. ഒറ്റ നോട്ടത്തില് അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. സീറ്റ് കവർ ഒരു കംപ്ലൈന്റും ഇല്ല. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറും ഉണ്ട്. എന്താ പറയാ, മ്യൂസിക് സിസ്റ്റം കമ്പനി വരുന്നുണ്ട്. അതേപോലെ മീറ്റർ കാര്യങ്ങളൊക്കെ ഒരു LX-നും ഭംഗിയുള്ള ഒരു ഇത് പവറിന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനിയൊരു സുൽത്താനി നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണേ 3,30,000 രൂപയാണ്. 3,30,000 രൂപ. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സുൽത്താനി നമുക്ക് 3 സംതിങ് കൊടുക്കാം. ഓക്കെ, ചോദിക്കണേ 3,30,000 രൂപ നമ്മൾ ചോദിക്കണേ. ചോദ്യം നമുക്ക് എന്തെങ്കിലും കുറച്ചെടുക്കാം. അടുത്ത ഉസ്മാനെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് വരുന്നത് 2011 പെട്രോൾ LX വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി ഇപ്പോ നിലവിൽ ഓടിയത് 1,32,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇത് 2011 വാഹനം. ഓക്കെ, ടയർ ഭാഗം നമുക്കൊരു 80% ടയർ ഭാഗം കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടി, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2015 ഇപ്പൊ ഈ പറഞ്ഞ 2011 നമുക്ക് 2011 നമുക്ക് ലോൺ ഒരു 80% കൊടുക്കാം. നമുക്ക് 2015 ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല്ലേ? നമുക്ക് ഫുൾ ലോൺ തന്നെ വണ്ടി ഇറക്കാം. അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, അത്യാവശ്യം പ്രൊഫൈലും കാര്യങ്ങളും വരുന്നവർക്ക് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് 2015 കൊടുക്കാം. ഈ 2015 നമ്മൾ ചോദിക്കുന്ന വില 1,90,000 ആണ്. 1,90,000 നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്തും കൊടുക്കാം. നമ്മൾ കസ്റ്റമറിന് മാക്സിമം നമുക്ക് റേറ്റ് കുറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളെ ഈ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ വരുന്ന കാർട്ടനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കറക്റ്റ് റൂട്ട് പറഞ്ഞാല് മലപ്പുറം മഞ്ചേരി റൂട്ടിലാണ് നമ്മളെ ഈ ഷോപ്പ് നിലവിൽ ഇപ്പൊ വരുന്നത്. നേരെ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് നിലവിലുള്ളത്. ഈ വരുന്ന കസ്റ്റമറിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാം. പിന്നെ നമ്മള് ഈ കൊടുത്ത നമ്പർക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വിട്ടെടുക്കാൻ കഴിയും. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് ചോദിക്കാം. ഒരു മടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുള്ളൂ. ഇനിയിപ്പോ കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ, കിലോമീറ്റർ കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ കട്ടോ മുട്ടോ കാര്യങ്ങളോ അതേപോലെ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമറിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാരും മോഹിച്ചാണ്ട് എല്ലാരും വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മോഹം, എല്ലാവർക്കും സ്വപ്നം. അങ്ങനെ ഇനിയിപ്പോ എല്ലാവരും പറയണ്ടേ, ഞാൻ എന്റെ തന്നെ പറയാം, എനിക്ക് തന്നെ വണ്ടി എന്ന് പറഞ്ഞൊരു സ്വപ്നം അങ്ങനെയൊക്കെയാണ്. സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാം. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ. ഇതിന് വണ്ടിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ എല്ലാം ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരുവിധം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കസ്റ്റമറിന് എന്താ പറയാ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചന്റെ അടുത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കാര്യങ്ങൾ കൊടുക്കാം. കാരണം അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. പിന്നെ വണ്ടിന്റെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വീട്ടിൽ എത്തിക്കാൻ ചിലപ്പോൾ വണ്ടി ഓഫ് ആവും, വണ്ടി ചിലപ്പോൾ ലൈറ്റ് എത്തുന്നില്ല, മറ്റുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചെറിയ കസ്റ്റമറിനെ നോക്കുക. ഒരു 5,000 ഒക്കെ മേലെ വരുന്ന പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ കസ്റ്റമർ വണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുക്കാം. നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ
ഇവിടുത്തെ ഈ പാർട്ട് വീഡിയോ കുറെ വണ്ടി ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വീഡിയോ ഒരുപാട് ലാഗ് ആയി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഈ വീഡിയോ നമ്മൾ ഇട്ടത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ചെയ്തിടാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. നമ്മളെ കാർട്ടൻ ഗാരേജിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ ഇതിലേറെ അടിപൊളി ഗിവ് അവേയും അതുപോലെ തന്നെ നമുക്ക് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? കൊടുക്കല്ലേ? അപ്പൊ ഇട്ടിട്ടുണ്ടാ, കയറി സപ്പോർട്ടൊക്കെ ഫോളോ ആക്കാം. ഓക്കെ അവസാനം ഔട്ട്.